അയ്യപ്പ സംഗമത്തിനുള്ള പൂർണ്ണ പിന്തുണ ആവർത്തിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും നയിക്കുന്നത് കൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ UDF-ൽ ആശയക്കുഴപ്പമെന്ന് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. BJP-ക്കുള്ളിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അയ്യപ്പ സംഗമത്തിനായി രൂപീകരിക്കുന്ന സമിതിയിൽ രാഷ്ട്രീയക്കാർ പാടില്ലെന്ന NSS നിലപാടിനെയും വെള്ളാപ്പള്ളി വിമർശിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ എന്നതിൽ UDF-നുള്ളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ബഹിഷ്കരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ പങ്കെടുക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. UDF-നുള്ളിലെ ഈ ആശയക്കുഴപ്പം ഘടകകക്ഷികൾ കാരണമെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. കാരണം UDF-ൽ ആരാണ് നയിക്കുന്നത്? നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ലീഗും കേരള കോൺഗ്രസും അതിനകത്തുള്ളത്തിലും കാലം അവർക്കൊരു ആശയം പെട്ടെന്ന് പറയാൻ എങ്ങനെ സാധിക്കുക? ഒരു അഭിപ്രായം എങ്ങനെ അവർക്ക് പറയാൻ സാധിക്കുക UDF-ന്? അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുതെന്ന് ആരോടും പറയില്ലെന്ന് നേരത്തെ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വെള്ളാപ്പള്ളി BJP-യെ പ്രതിരോധത്തിലാക്കിയത്. ആദ്യം എതിർപ്പ് പറഞ്ഞ BJP-യിലെ പലർക്കും അതേ ശക്തി ഇപ്പൊ ഇല്ല. ഇപ്പൊ പാരലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെതായ ശക്തമായൊരു നീക്കം കാണുന്നില്ല. പക്ഷെ ഇതിനെ കൂടുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിൽ ചില നിബന്ധനകൾ NSS ദേവസ്വം ബോർഡിന് മുന്നിൽ വെച്ചിരുന്നു. പരിപാടിയുടെ സംഘാടക സമിതിയിൽ രാഷ്ട്രീയക്കാർ പാടില്ല എന്നായിരുന്നു ഒന്ന്. രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രമില്ല എന്നായിരുന്നു ഇതിനോട് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമെന്ന പ്രചാരണം അപഹാസ്യമെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ന്യൂസ് മലയാളം, കോട്ടയം.